ഇപ്പോഴിതാ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തൃഷ കൃഷ്ണൻ വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. അവരുടെ ആദ്യത്തെ പോസ്റ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അത് വൈറലാവുകയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് ചിത്രങ്ങൾക്കൊപ്പം തൃഷ തന്റെ പോസ്റ്റ് പങ്കുവച്ചത്. സ്നേഹം എപ്പോഴും ഉച്ചത്തിലാണ് എന്ന് അവർ പറയുന്നു. ലവ് ഈസ് ലൗഡർ എന്ന് പറയുന്നു. തന്റെ പ്രിയപ്പെട്ട ആളുകൾക്കെല്ലാം നന്ദി എന്നവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ലവ് ഈസ് ലൗഡർ എന്നവർ പറയുമ്പോൾ വിജയോടുള്ള തന്റെ പ്രണയബന്ധം തുറന്നു പറയുകയാണ് തൃഷ എന്നത് ആകുമ്പോൾ തന്നെ ആ പോസ്റ്റ് വൈറലാവുകയാണ്. ഇന്നലെ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തിയിരുന്നു. അവിടെയും വാർത്തകളിൽ ശ്രദ്ധാകേന്ദ്രം തൃഷ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ തൃഷ ഇത് പങ്കിടുമ്പോൾ അത് അവരുടെ ബന്ധത്തെ സംബന്ധിച്ചുള്ള ആ കിംവദന്തികൾക്കൊക്കെ ഒരു തടയാകാം. ഒരുപക്ഷെ അത് ഒരു പുതിയ തുറന്നു പറച്ചിലാകാം. ഏതായാലും 2025 ഇത്തരം കിംവദന്തികളൊക്കെ ആരംഭിച്ചത്. വിജയുടെ ഭാര്യ സംഗീത സ്വർലിംഗത്തിന് ആണ് അവര് ഒരു വിവാഹമോചനവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അതിനെ ചൊല്ലി ഈ നടിയുമായുള്ള ബന്ധം വലിയ തോതിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു. അത് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. ഏതായാലും അവർ അന്ന് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നു. മറ്റൊരു വിവാദം ഇന്ന് തമിഴ്നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടുള്ളത് അവിടെ പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായിട്ടുള്ള മനു ജോസഫാണ് ഇന്ന് ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്നലെ വിജയ് തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്തൊക്കെ താൻ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നുവെന്ന്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ദാരിദ്ര്യവും വിജയ് അനുഭവിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ എഴുത്തുകാരന്റെ പ്രതികരണം. വിജയുടെ കപടതയാണ് ആ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ് ഹാൻഡിലാണ് ഇത്തരം ഒരു പ്രതികരണം വന്നത്. ചെന്നൈയിലെ ലയലോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ തന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു വിജയ് എന്ന് മനു പറയുന്നു. കൂടുതൽ തന്നെ തമിഴ് സൂപ്പർ സ്റ്റാറിനെ തനിക്ക് കൂടുതലായി അടുത്ത് അറിയാം എന്നാണ് മനു ജോസഫ് പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശേഷമുള്ള വിജയുടെ പ്രസംഗത്തിൽ ദാരിദ്ര്യത്തിലാണ് വളർന്നതെന്ന് പറഞ്ഞിരുന്നു. വിശപ്പെന്താണ് എന്നറിയാമെന്ന് ഒക്കെ വിജയ് പറഞ്ഞിരുന്നത്. ലയലോ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ സഹപാഠിയായിരുന്ന സമയത്ത് വിജയെ തനിക്കറിയാം. അതുകൊണ്ട് മനു ജോസഫ് വിജയ് പറയുന്നത് അസംബന്ധമാണ്. മകനെ ഒരു സിനിമയിൽ ഒരു കരിയറിനായി സജ്ജമാക്കിയ ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് സഹപാഠി പറയുന്നു. വിജയുടെ പിതാവും മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാവുമായ എസ് ചന്ദ്രശേഖരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോസഫ് എഴുതുന്നു. അതോടൊപ്പം തന്നെ മിക്ക ചലച്ചിത്ര പ്രവർത്തകരെ പോലെയും അദ്ദേഹത്തിന്റെ അച്ഛനും ചിലപ്പോഴൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് തമിഴ്നാട്ടിലെ ദാരിദ്ര്യവുമായി അതിനെ തുലനം ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ചില സമ്പന്നന്മാർ അവർക്ക് ചില ഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വരും. അത് അവർ ഒരുപക്ഷെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് അതിനുമായുള്ള ബന്ധങ്ങളുണ്ട്, അവർക്ക് അതിജീവിക്കാൻ കഴിയും. അതുപോലെയല്ല യഥാർത്ഥത്തിൽ തെരുവിൽ ദരിദ്രനായി ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരാളുടെ കാര്യം എന്ന കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകുന്നു താൻ വന്നു എന്നൊക്കെ പറയുന്നത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിജയുടെ സഹപാഠിയുടെ ഒരു നിലപാട്. ഏതായാലും 1974 വിജയ് ജനിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്നത് വരെ വിജയുടെ പിതാവ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 78 അദ്ദേഹം ഒരു സംവിധായകനായി. 84 തന്റെ പിതാവിന്റെ ആക്ഷൻ ക്രൈം ചിത്രമായ വെട്രിയിൽ ബാലതാരമായി വിജയ് അരങ്ങേറ്റം കുറിച്ചു. 92 അവിടെ പുറത്തിറങ്ങിയ നാളെ തീർപ്പിൽ വിജയ് നായകനായി എത്തി. അങ്ങനെ ആ കഥയൊക്കെ അവിടെ അദ്ദേഹം പറയുമ്പോൾ അതൊരു ബാലതാരമായി അഭിനയിച്ച് പിന്നീട് ഒരു ബോക്സ് ഓഫീസ് വിജയമായി മാറുന്ന കാലഘട്ടത്തിൽ വരെ അങ്ങനെ വലിയൊരു ദാരിദ്ര്യം എന്തെന്നറിയാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിജയുടെ അവകാശവാദം വലിയ തോതിൽ ചർച്ചയാകുന്നു. അപ്പോൾ വിജയ് പഠിച്ച കാലത്തുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായമായി വരുന്നത്. അപ്പോൾ ഒരു വശത്ത് സുഹൃത്ത് എന്ന നിലയിൽ തൃഷയുടെ പോസ്റ്റ് ചർച്ചയാകുമ്പോൾ മറുവശത്ത് തന്റെ സഹപാഠിയുടെ പോസ്റ്റും ചർച്ചയാവുകയാണ്. വിജയ് പറഞ്ഞത് താൻ രാജപരമ്പരയിൽ നിന്ന് വന്നയാളൊന്നുമല്ല, തനിക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാമെന്ന്. പക്ഷേ അത് ഒരു സിനിമ സ്റ്റൈൽ ഡയലോഗ് മാത്രമാണെന്ന തരത്തിലേക്ക് ഉള്ള വിവാദങ്ങളും വരികയാണ്. ഏതായാലും ഇതൊക്കെ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കുകയാണ്. വരാനിരിക്കുന്ന ദിനങ്ങളിൽ വിജയ്ക്ക് ഇനിയും കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും സോഷ്യൽ മീഡിയയിലും ആകെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. വിജയ് തൃഷ വിവാഹം കേൾക്കുമ്പോൾ തന്നെ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. വിജയ് ഇപ്പോൾ തമിഴകത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയത്തെക്കാൾ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് വ്യക്തി ജീവിതത്തിലേക്കെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിജയുടെ ഫാമിലി ലൈഫിനെ കുറിച്ചും കുറേയധികം വാർത്തകൾ വരുന്നുണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തൃഷ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്തത് നമ്മൾ കണ്ടതുമാണല്ലോ. സാധാരണ ഒരു സുഹൃത്തിന്റെ വിജയത്തിലെ സന്തോഷിക്കാറുണ്ട്. പക്ഷേ തൃഷയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ആരാധകർക്കിടയിൽ അതൊരു വലിയ ചർച്ച തന്നെയായി. ഇതിനിടയിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വിജയുടെ കൂടെ എപ്പോഴും നിഴലായിട്ടുണ്ടായിരുന്ന ഭാര്യ സംഗീതയും മക്കളെയും ഇപ്പോൾ ഈ ഒരു വലിയ ചടങ്ങുകളിലൊന്നും കാണാനില്ല എന്നുള്ളതാണ്. വിജയുടെ മകനായിട്ടുള്ള ജെയ്സൺ സഞ്ജയ് തന്റെ പേരിൽ നിന്ന് വിജയ് എന്ന പേര് ഒഴിവാക്കി എന്നതൊക്കെ ശരിയാണെങ്കിൽ ആ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. അതുപോലെ തന്നെ ഗായികയായിട്ടുള്ള സുചിത്ര, അവര് പറഞ്ഞ ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. ചിലതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഒരു രാഷ്ട്രീയക്കാരന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പബ്ലിക് സ്കാനറിലായിരിക്കാം.
പ്രത്യേകിച്ച് തമിഴ്നാട് പോലെ ഒരു സ്ഥലത്ത് സിനിമയും രാഷ്ട്രീയവും വേർതിരിക്കാൻ പറ്റില്ല. തൃഷ വിജയുടെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ റോള് വഹിക്കുമോ അതോ അവർ വിവാഹിതരാകുമോ എന്നതൊക്കെ ഇപ്പോഴും സസ്പെൻസ് ആണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭാര്യയും മക്കളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ഒരു തുടക്കം അത് വിജയ് പോലെയുള്ള ഒരു വലിയ നേതാവിനെ എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഇവിടെ ഫാൻസ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ അത് വലിയൊരു ചർച്ച തന്നെയാണ്. എന്തായാലും നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയില്ലെങ്കിൽ പോലും പുറത്തു വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല എന്നുള്ള കാര്യം അറിയാം. മെയിൻലി ഇവിടെ സംഗീതയുടെ അസാന്നിധ്യത്തെ കുറിച്ച് തന്നെയാണ് കൂടുതലും പറയുന്നത്. കാരണം വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടുള്ള ലിയോയുടെ വിജയാഘോഷത്തിലോ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴോ ഒന്നും തന്നെ സംഗീതയൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. മുൻപൊക്കെ വിജയ് പങ്കെടുക്കുന്ന എല്ലാ അവാർഡ് നൈറ്റുകളിലും മുൻനിരയിൽ സംഗീതം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലണ്ടനിലെ മക്കൾക്കൊപ്പം കഴിയുന്ന സംഗീത മനഃപൂർവ്വം മാറി നിൽക്കുകയാണോ അതോ ഇവർ തമ്മിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വിജയ് ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. അതുപോലെ തന്നെയാണ് മകൻ ജെയ്സൺ സഞ്ജയ് സിനിമയിൽ സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന ഒരു ടൈമിൽ സഞ്ജയ് തന്റെ അച്ഛന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല. വിജയ് എന്ന പേര് തന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് മാറ്റി വെറും ജെയ്സൺ സഞ്ജയ് എന്ന് മാത്രമായിട്ട് അറിയപ്പെടാൻ അയാളും ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഈ വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ അത് വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയെ ഒരു മികച്ച കുടുംബനാഥനായിട്ടാണ് ഇതുവരെ കണ്ടിരുന്നത്. ഇനി തൃശ്ശയിലേക്ക് വരികയാണെങ്കിൽ കേവലം ഒരു വിവാഹ വാർത്തയിൽ മാത്രം ഈ ചർച്ചകൾ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ് രാഷ്ട്രീയത്തിൽ ജയലളിതയെ പോലെ തന്നെ വലിയൊരു സ്വാധീനമുള്ള ഒരു സ്ത്രീ സാന്നിധ്യം വിജയുടെ പാർട്ടിക്കും ആവശ്യമാണ്. ഈ ഒരു സ്ഥാനത്തേക്ക് തൃശ്ശെ വിജയ് കൊണ്ടുവരുമോ അതോ രാഷ്ട്രീയവും വ്യക്തിജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാൻ ആണോ ദളപതി വിജയ്? തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിലെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള വിലയിരുത്തലുകൾ എന്താണെന്ന് അറിയാമോ? അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ രണ്ട് തട്ടിലായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ദളപതി ആരാധകർ എന്നോണം പറയാം. വിജയുടെ കടുത്ത ആരാധകർ പറയുന്നത് ഇതൊക്കെ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾ പടച്ചുവിടുന്ന വെറും നുണക്കഥകൾ മാത്രമാണ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്തുമാകട്ടെ അത് രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ വാദം. വിജയ് അണ്ണൻ എന്ത് ചെയ്താലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന നിലപാടിലാണ് ഈ ഒരു ഫാൻസ് ഗ്രൂപ്പുകൾ. ഇനി രണ്ടാമത്തെ വിഭാഗം പറയുന്നത് കുടുംബ പ്രേക്ഷകരുടെ ആശങ്കയാണ്. കാരണം കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്കിടയിലെ ചെറിയൊരു അതൃപ്തി പുകയുന്നുണ്ട്. വിജയ് സംഗീത ജോഡി അത്രമേൽ സ്നേഹിച്ചവരായിരുന്നല്ലോ ഈ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രേക്ഷകർ. സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ ഒരു നാട് ഭരിക്കും എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. രാഷ്ട്രീയത്തിലെത്തുമ്പോൾ ഇത്തരം ഗോസിപ്പുകൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലീൻ ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തൃശ്ശയുടെ റോളിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അതായത് അവര് പറയുന്നതെന്ന് വെച്ചാൽ സിനിമയിലെ ഇവരുടെ കെമിസ്ട്രി പോലെ രാഷ്ട്രീയത്തിലും തൃഷ ഒരു കരുത്തായി വിജയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഇവരൊക്കെ. ഇതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് കാണുന്നവരും കുറവൊന്നുമല്ല കേട്ടോ. എന്തായാലും ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് ഒന്ന് തന്നെയാണ്, ഈ വാർത്തകൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് വിജയ് ഇത് നിഷേധിക്കുന്നില്ല എന്നുള്ളത്. മൗനം പലപ്പോഴും സമ്മതമാണ് എന്നുള്ളതാണല്ലോ നമ്മൾ കരുതുന്നത്. എന്നാലും ഇത്രയും ചർച്ചകൾക്കൊടുവിൽ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. വിജയ് എന്ന വ്യക്തി ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴിവിളക്കാകേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ചുവടും തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്നവയാണ്. പിന്നെ വ്യക്തി ജീവിതം എന്നത് ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. ഇങ്ങനെ വാദിക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. സംഗീതയുമായുള്ള അകൽച്ചയോ അല്ലെങ്കിൽ തൃശ്ശയുമായിട്ടുള്ള വിവാഹ വാർത്തകളോ എന്ത് തന്നെ ആയാലും ശരി, ഒരു വ്യക്തത വരുത്തുന്നത് ദളപതിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാകും എന്നതാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. പലപ്പോഴും മൗനം വലിയ വിവാദങ്ങൾക്കാണ് വഴിമാറാറുള്ളത്. ഈ ഒരു വിവാദങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് തന്നെ വിജയ് തന്നെ നേരിട്ട് വരുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. അതല്ല തന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ആണോ ഇതിനെല്ലാം മറുപടി അദ്ദേഹം നൽകുന്നത്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ്? ദളപതിയുടെ രാഷ്ട്രീയത്തെ ഈ ഒരു ഗോസിപ്പുകൾക്ക് ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായവും നമുക്ക് പ്രധാനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് പുതിയ വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.